Hello friends, welcome to MTM Political Talk. നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയങ്ങളിൽ ഒരുപാട് ചർച്ച ചെയ്ത ഒരു രാഷ്ട്രമാണ്, ഒന്ന് രണ്ട് രാഷ്ട്രങ്ങളാണല്ലോ തുർക്കിയും അസർബൈജാൻ. അസർബൈജാനെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യയുമായി ഭാരതവുമായി ഒരുപാട് ഇടപാടുകൾ നടക്കുന്ന ഒരു രാജ്യമാണ് അസർബൈജാൻ. അസർബൈജാനിൽ നമ്മൾ പാകിസ്ഥാനുമായി അവർ സഹകരിച്ചപ്പോൾ നമ്മുടെ ടൂറിസ്റ്റുകളൊക്കെ അസർബൈജാൻ ബഹിഷ്കരിക്കുകയും നമ്മുടെ ടൂറിസ്റ്റ് ഏജൻസികളൊക്കെ അതിന് ടൂറിസ്റ്റുകളെ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം ഇപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ ഈ അടുത്തിടെ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളിൽ ഉണ്ടായ ഒരു കാര്യമാണല്ലോ അതെല്ലാം. ഇപ്പോൾ അസർബൈജാനും പാകിസ്ഥാനും കൂടുതൽ അടുക്കുകയാണ്, അവർ തമ്മിൽ കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അവർ സാമ്പത്തികമായി ഇതുവരെ മറ്റുള്ള സഹകരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സാമ്പത്തികമായി കൂടി സഹകരിക്കുവാൻ ഇന്ത്യയും പാകിസ്ഥാനും അസർബൈജാനും തീരുമാനിച്ചിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളിൽ പിന്തുണ നൽകിയ രണ്ട് രാജ്യങ്ങളാണ് തുർക്കിയും അസർബൈജാനും. ഇപ്പോഴവർ 200 കോടി ഡോളർ നിക്ഷേപ കരാറാണ് അസർബൈജാനും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയോവുമാണ് ഈ കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിനു ശേഷം പാകിസ്ഥാനും അസർബൈജാനും തമ്മിലുള്ള സഹകരണം കൂടുതൽ ദൃഢമാകുന്ന സാമ്പത്തിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അസർബൈജാൻ പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്നത് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ 200 കോടി ഡോളറിന്റെ ഈ നിക്ഷേപ കരാർ അസർബൈജാനും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഈ വിഷയമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റ് എല്ലാ മീഡിയകളും അച്ചടി ദൃശ്യ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയോവും തമ്മിൽ നടന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ കരാറുകൾ ഒപ്പിട്ടത്. അസർബൈജാൻ ആതിഥേയത്വം വഹിച്ച എക്കണോമിക് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയുടെ ഭാഗമാണ് ഈ കൂടിക്കാഴ്ച നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്, എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അസർബൈജാനിൽ ഗംഗോളിയയിൽ വെച്ച് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാറും അസർബൈജാൻ സാമ്പത്തിക മന്ത്രി മിഖായിൽ ജബറും ചേർന്നാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഈ ചടങ്ങിൽ ഷെരീഫും അലിയോവും സാക്ഷ്യം വഹിച്ചു. ഈ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ചരിത്രപരമായ തലത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നാണ് ഇരു നേതാക്കളും അഭിപ്രായപ്പെട്ടത്. അലിയോവിന്റെ പാകിസ്ഥാൻ സന്ദർശന വേളയിൽ കൂടുതൽ വിശദമായ കരാറുകൾ ഒപ്പിടാൻ സാധ്യതയുണ്ട് എന്നും വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സന്ദർശനത്തിന്റെ തീയതികൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എങ്കിലും ഈ വർഷം തന്നെ അത് നടക്കുമെന്നാണ് ഇപ്പോൾ നൽകുന്ന സൂചനകൾ. പാകിസ്ഥാൻ അസർബൈജാനും തമ്മിലുള്ള ബന്ധം സമീപ വർഷങ്ങളിൽ ശക്തമായിട്ടുണ്ട്. ഇന്ത്യയുമായുള്ള സമീപകാല സംഘർഷങ്ങളിൽ അസർബൈജാൻ പാകിസ്ഥാന് പിന്തുണ നൽകിയിരുന്നു. ഇതാണ് ഈ വിഷയം കൂടുതൽ ജനശ്രദ്ധ നേടുന്നതിലേക്ക് എത്തിച്ചത്. രണ്ട് രാജ്യങ്ങളാണ് പാകിസ്ഥാന് പിന്തുണ നൽകിയത്, ഒന്ന് തുർക്കിയും മറ്റൊന്ന് അസർബൈജാൻ. ഇരു രാജ്യങ്ങൾക്കും ശക്തമായ പ്രതിരോധ സഹകരണമുണ്ട്. ഇത് ഇപ്പോൾ സാമ്പത്തിക മേഖലയിലേക്കും വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായാണ് 200 കോടി ഡോളറിന്റെ ഈ നിക്ഷേപ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടിരിക്കുന്നത്. അതിന്റെ ചർച്ചകളും ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ അത് ഇരു രാജ്യങ്ങളുടെയും വളർച്ചയിലേക്ക് നയിക്കുമെന്നാണ് അവർ വിലയിരുത്തുന്നത്. ഇന്ത്യ വിനോദസഞ്ചാരികൾക്ക് നമ്മുടെ ടൂറിസ്റ്റ് ഏജൻസികളൊക്കെ ഇരു രാജ്യങ്ങളും ബഹിഷ്കരിച്ചിരുന്നു, തുർക്കിയും അസർബൈജാൻ. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം നമ്മുടെ 2023 അസർബൈജാന്റെ അസംസ്കൃത എണ്ണയുടെ 3ാമത്തെ വലിയ വിപണിയാണ് ഇന്ത്യ. ഇന്ത്യ കാര്യമായി അസർബൈജാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. 7.6% ഇന്ത്യയിലേക്കാണ് 2023 ഇന്ത്യ 10,000 കോടി ഡോളർ മൂല്യമുള്ള
എന്ന അസർബൈജാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തു എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2005 $50 മില്യൺ ആയിരുന്നു ഇന്ത്യൻ അസർബൈജാൻ ഉഭയകക്ഷി വ്യാപാരം. 2023 $1.435 ബില്യൺ വളർന്നു. ഇതോടെ ഇന്ത്യ അസർബൈജാന്റെ 7ാമത്തെ വലിയ വ്യാപാര പങ്കാളിയായി. അസർബൈജാനിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി $1.235 ബില്യൺ, കയറ്റുമതി $201 മില്യൺ. എന്നാൽ അസർബൈജാൻ പാകിസ്ഥാന്റെ അനുകൂല നിലപാട് ഇന്ത്യയുമായുള്ള ബന്ധത്തെ ബാധിക്കുന്നുണ്ട് എന്നത് തീർച്ചയാണ്. അസർബൈജാൻ പാകിസ്ഥാൻ അനുകൂല നിലപാട് ഇന്ത്യയുമായുള്ള വ്യാപാര നയതന്ത്ര ബന്ധങ്ങളിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഈ ഇറക്കുമതിയുടെ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ ഈ ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ സാധ്യതയില്ല. ഈ ഇന്ത്യയുമായുള്ള ബന്ധം അസർബൈജാൻ മോശമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ മറ്റുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോൾ ഇന്ത്യ ബിസിനസ് രംഗത്തും മാറ്റങ്ങൾ വരുത്തും, ടൂറിസ്റ്റ് രംഗത്തും മാറ്റങ്ങൾ വരുത്തും. അത് അസർബൈജാനെ സംബന്ധിച്ച് അത്ര സുഖകരമായ ഒരു വാർത്തയായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അസർബൈജാനും വളരെ കരുതലോടെയാണ് നീങ്ങുന്നതെങ്കിലും പാകിസ്ഥാനുമായി $200 കോടി ഒരു സാമ്പത്തിക കരാറിൽ ഒപ്പിട്ടു എന്ന വാർത്തയാണ് നമ്മൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനുമായി അസർബൈജാന്റെ സാമ്പത്തിക പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നത് തുടരുമെന്നാണ് ഇതുവരെ നൽകുന്ന സൂചനകൾ. ഇതൊക്കെയാണ് അസർബൈജാനുമായി പാകിസ്ഥാൻ ഇപ്പോൾ $200 കോടി ഈ കരാറുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അവർ തമ്മിൽ കൂടുതൽ ബന്ധം ഊഷ്മളമാകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അസർബൈജാനും പാകിസ്ഥാനും കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ നയതന്ത്ര തലത്തിലുണ്ടാകുന്ന ഇന്ത്യ അസർബൈജാൻ മാറ്റങ്ങൾ അസർബൈജാനെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടങ്ങളിലേക്കാണ് എത്തിച്ചേരുക എന്നതിൽ തർക്കമില്ല. ടൂറിസ്റ്റ് രംഗത്തും ഇറക്കുമതി രംഗത്തും ഒക്കെ ഇന്ത്യയുമായി അസർബൈജാന് ഒരു കിടപിടുത്തത്തിന് സാധ്യത വളരെ കുറവാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും പാകിസ്ഥാനുമായി $200 കോടി സാമ്പത്തിക കരാർ ഒപ്പിട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ വിഷയമാണ് നമ്മൾ പങ്കുവച്ചത്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാൻ ഓർമ്മിപ്പിക്കുവാനും ഈ വിഷയം ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുവാനും ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും സന്ധിക്കും വരെ വണക്കം.